എങ്ങനെയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും അഡ്വാൻസ് വിഡ്രോവൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഗൂഗിൾ സെർച്ച് ബാറിൽ EPFO എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ www.epfindia.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന ടൈറ്റിൽ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സർവീസ് സെലക്ട് ചെയ്യുക. സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഫോർ എംപ്ലോയീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ മെമ്പർ UAN/ഓൺലൈൻ സർവീസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെമ്പർ ഇ-സേവ എന്ന പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ PF അഡ്വാൻസ് വിഡ്രോ ചെയ്യുന്നതിന് UAN യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറും പാസ്വേഡും ആവശ്യമാണ്. പാസ്വേഡ് അറിഞ്ഞുകൂടാ എങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും UAN ആക്റ്റീവ് ചെയ്യുന്നതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൃപ അസോസിയേറ്റ്സ് എന്ന ചാനൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മറക്കരുത്. UAN ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ക്യാപ്ച കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുക. 6 ഡിജിറ്റ് OTP നമ്പറും ക്യാപ്ചും ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. PF അഡ്വാൻസ് വിഡ്രോവൽ എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. 1 KYC, 2 സർവീസ് ഹിസ്റ്ററി, 3 പാസ്ബുക്ക്. KYC എടുക്കേണ്ടത് മാനേജിനകത്ത് KYC, കറൻ്റ്ലി ആക്റ്റീവ് KYC, ഇതിലെ സ്റ്റാറ്റസ് വെരിഫൈഡ് ഓൺലൈൻ ബൈ ബാങ്ക് ആണെന്ന് നോക്കുക. രണ്ടാമത് സർവീസാണ്. നമ്മൾ 12ഓളം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അഡ്വാൻസ് എടുക്കാനായിട്ട്. അന്നേരം അതിനെല്ലാം പീരീഡ് എലിജിബിലിറ്റി അവർ പറയുന്നുണ്ട്. 5 വർഷം, 7 വർഷം, 10 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സർവീസ് ഹിസ്റ്ററിക്കകത്ത് കയറി സർവീസ് ഹിസ്റ്ററി എടുക്കേണ്ടത് വ്യൂവിനകത്ത് സർവീസ് ഹിസ്റ്ററി, അന്നേരം ഡേറ്റ് ഓഫ് ജോയിനിങ്ങിനകത്ത് അവൈലബിൾ ആണ്. ഇതനുസരിച്ച് വേണം നമ്മൾ സർവീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ടാണ് പാസ്ബുക്ക്, മെമ്പർ പാസ്ബുക്കാണ്. ഇതിന് എടുക്കേണ്ടത് വ്യൂവിനകത്ത് പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ UAN നമ്പരും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ ഒരു OTP സമർപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതിൽ ഓപ്പൺ ആയിട്ട് വരും. അവിടെ പാസ്ബുക്കിനകത്ത് ഏറ്റവും താഴെ നമുക്ക് എംപ്ലോയി ഷെയർ എത്ര, എംപ്ലോയർ ഷെയർ എത്ര, പെൻഷൻ ഫണ്ടിൽ എത്ര ആണെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും ഉള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് PF അഡ്വാൻസ് സെറ്റിൽ ആവുന്നത്. PF അഡ്വാൻസ് ക്ലെയിം ചെയ്യുന്നതിന് ഓൺലൈൻ സർവീസിൽ ക്ലെയിം ഫോം 31, 19, 10C ആൻഡ് 10D എന്നൊരു ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ബോക്സ് എന്താ കാണിക്കുന്നത്, PF അഡ്വാൻസിൻ്റെ തുക EPFO നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത് എന്നൊരു അറിയിപ്പാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ എഗ്രി കൊടുക്കുന്നതിന് yes കൊടുക്കുക. എന്നിട്ട് തുടർന്ന് പ്രൊസീഡ് കൊടുക്കുക. അഡ്വാൻസ് എടുക്കാനുള്ള ഫോം ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തേത് I want to apply for ആണ്. ഇവിടെ കൊടുക്കേണ്ടത് PF അഡ്വാൻസ് ബ്രാക്കറ്റിൽ ഫോം 31 വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ടാമതായിട്ട് സെലക്ട് സർവീസ് എന്നൊരു ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടാവാം. അന്നേരം ആ മെമ്പർ ID ഇവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അന്നേരം ഏതിനകത്തു നിന്നാണോ നമ്മൾ PF അഡ്വാൻസ് വിഡ്രോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസ് ഇസ് റിക്വയർഡ്. ഇവിടെ പർപ്പസ് ആണ്. ഈ പർപ്പസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 12 ടൈപ്പോളം ഉള്ള പർപ്പസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. മാരേജിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 7 വർഷം സർവീസ് ഉണ്ടായിരിക്കണം. എംപ്ലോയി ഷെയർ വിത്ത് ഇൻട്രസ്റ്റിൻ്റെ 50% മാത്രമേ നമുക്ക് അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഇത് 3 പ്രാവശ്യം വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൽനെസ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സർവീസ് പ്രശ്നമല്ല. ബേസിക് പ്ലസ് DA, അതായത് ഗ്രോസ് വേജസിൻ്റെ അല്ല ഗ്രോസ് സാലറിയുടെ 6 മടങ്ങ് വരെ അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഇത് എംപ്ലോയി ഷെയർ വിത്ത് ഇൻട്രസ്റ്റിൽ നിന്നായിരിക്കും ഈ തുക അനുവദിച്ച് ലഭിക്കുന്നത്. അടുത്തത് പർച്ചേസ് ഓഫ് സൈറ്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഡ്വെല്ലിംഗ് ഹൗസും
പർച്ചേസ് ഓഫ് ഡ്വെല്ലിംഗ് ഹൗസ് ഓർ ഫ്ലാറ്റ് ഫ്രം എ പ്രൊമോട്ടർ, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സൈറ്റ് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് അക്വസിഷൻ ഇഫ് സൈറ്റ് ഫ്രം ഏജൻസിയോ പ്രൊമോട്ടറോ ഇൻഡിവിജ്വൽ. ഇതിൽ നിന്ന് നമുക്ക് പർച്ചേസിനായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ആണെങ്കിൽ ഈ തുക ഏജൻസിക്ക് മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വലോ പ്രൊമോട്ടറോ ആണെങ്കിൽ നമുക്ക് മെമ്പറിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എമൗണ്ട് വരുന്നത്. ഏറ്റവും സെലക്ട് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും നല്ലത് പർച്ചേസ് ഓഫ് സൈറ്റ് ഫോർ കൺസെഷൻ ഓഫ് ഡ്വെല്ലിംഗ് ഹൗസ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ 5 വർഷത്തെ സർവീസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വട്ടം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബേസിക് DAയുടെ ഗ്രോസ് സാലറിയുടെ, അതായത് ഗ്രോസ് വേജസിൻ്റെ 24 മടങ്ങ് വരെയാണ് നമുക്കിത് അനുവദിച്ച് കിട്ടുന്നത്. ഇത് ടോട്ടൽ എംപ്ലോയി ഷെയറും ടോട്ടൽ എംപ്ലോയർ ഷെയറും അതിൻ്റെ പലിശയും കൂടെ ചേർത്തുള്ള തുകയിൽ നിന്നാണ് നമുക്കിത് അഡ്വാൻസ് അനുവദിച്ച് കിട്ടുന്നത്. അടുത്തത് കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ്. കൺസ്ട്രക്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവീസ് നമുക്ക് വേണം. അത് ബേസിക് പ്ലസ് DA ഗ്രോസ് വേജസിൻ്റെ 36 മടങ്ങ് വരെയാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത്. അതും ടോട്ടൽ എംപ്ലോയി ഷെയറിൻ്റെയും എംപ്ലോയർ ഷെയറിൻ്റെയും അതിൻ്റെ പലിശയും കൂടെ ചേർത്തുള്ള എമൗണ്ടിൽ നിന്നായിരിക്കാം നമുക്കത് അനുവദിച്ച് കിട്ടുന്നത്. ഇത് ഒരു പ്രാവശ്യം മാത്രമേ അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഇതിന് വേറെ പ്രത്യേകത, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആദ്യം അപ്ലൈ ചെയ്താൽ നമുക്ക് പർച്ചേസ് പിന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അഡീഷൻ ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ഹൗസ് അപ്ലൈ ചെയ്യുന്നതിന് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും നമുക്ക് എടുക്കാം. 5 വർഷം സർവീസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ബേസിക് പ്ലസ് DA, അത് ഗ്രോസ് വേജസിൻ്റെ അല്ലെങ്കിൽ ഗ്രോസ് സാലറിയുടെ 12 മടങ്ങ് വരെ ലഭിക്കത്തുള്ളൂ. ഇത് എംപ്ലോയി ഷെയർ വിത്ത് ഇൻട്രസ്റ്റിൽ നിന്നായിരിക്കും നമുക്കിത് പൈസ അനുവദിച്ച് തരുന്നത്. ഇത് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കൺസ്ട്രക്ഷൻ എടുത്ത് പിന്നെ അഡീഷണൽ ആൻഡ് ആൾട്ടർനേഷൻ 5 വർഷത്തിന് ശേഷം എടുക്കാം. അതിനുശേഷം 10 വർഷത്തിന് ശേഷം നമുക്കൊന്നുകൂടി ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും ഇതുപോലെ തന്നെ 12 മടങ്ങാണ് നമുക്ക് ലഭിക്കുക. എംപ്ലോയി ഷെയർ വിത്ത് ഇൻട്രസ്റ്റിൽ നിന്നായിരിക്കാം നമുക്കിത് അനുവദിച്ച് കിട്ടുന്നത്. 90% വിഡ്രോവൽ ബിഫോർ റിട്ടയർമെൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷന് മുൻപ് 54 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് PFൻ്റെ 90% എംപ്ലോയി ഷെയറിൻ്റെയും എംപ്ലോയർ ഷെയർ പ്ലസ് പലിശയും ഉൾപ്പെടെയുള്ള എമൗണ്ടിൻ്റെ 90% നമുക്കിത് അനുവദിച്ച് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് എമൗണ്ട് ഓഫ് അഡ്വാൻസ് റിക്വയർഡ് ആണ്. എത്രയാണ് നമുക്ക് ആവശ്യമുള്ള തുക ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എംപ്ലോയീസ് അഡ്രസ്സാണ്. നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ്, അതുപോലെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. 6 പിൻകോഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്ന അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് ചെക്ക് ഓർ പാസ്ബുക്ക് ആണ്. ചില കേസിൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ചില കേസിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ലീഫിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP കൊടുക്കുക. അതിനുശേഷം എൻ്റർ OTP കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ യൂണിഫൈഡ് പോർട്ടൽ നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മുടെ ക്ലെയിം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതും മറക്കരുത്.